ഇടതൂർന്ന ഈ ഇടവഴികളിലൂടെ നടന്നു ചെല്ലുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പ്രണയിനിയുടെ അടുത്തേക്കാണ്. 3 ദിവസമായി ഞങ്ങൾ മുഖാമുഖം കണ്ടിട്ട്. അവളുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രോബ്ലംസ്. അതെന്താണെന്നറിഞ്ഞ് സോൾവ് ചെയ്യണം. പിന്നെ ഇന്ന് അവളുടെ ജന്മദിനമാണ്. അവൾക്കൊരു സർപ്രൈസ് പിറന്നാൾ സമ്മാനം കൊടുക്കണം. ഇന്നത്തെ ഈ സന്തോഷത്തിന് ഒരു ചെറിയ ദുഃഖവുമുണ്ട്. അതെന്തെന്നാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളുമായി ഉടക്കിയുള്ള വരവാണിത്. എല്ലാ ഞായറാഴ്ചകളിലും നാട്ടിൽ സേവാപ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. ഇന്നത്തെ സേവ ഒരു തോട് വൃത്തിയാക്കുക എന്നതായിരുന്നു. അതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മഞ്ജുവിൻ്റെ കോൾ വന്നത്. ഞാനും മഞ്ജുവും തമ്മിലുള്ള ബന്ധം എൻ്റെ കൂട്ടുകാർക്ക് പലർക്കും ഇഷ്ടമല്ല. അവളൊരു ഉടായിപ്പാണെന്നാണ് ഇവരുടെ വാദം. അവളെപ്പറ്റി ആരും മോശമായി പറയുന്നതും എനിക്കിഷ്ടമല്ല. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ചൂടായിട്ടാണ് എൻ്റെ വരവ്. പക്ഷെ സാരമില്ല, അവരോട് എനിക്ക് എന്തും പറയാം. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്. ചെന്ന് കണ്ട് ഒരു സോറി, അത് തീർന്നു. 1 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഈ ഇടവഴിയിൽ എനിക്ക് കൂട്ടിനായി ആകെയുള്ളത് എൻ്റെ നിഴൽ മാത്രം. എൻ്റെ മുൻപിലുള്ള ആ മൂന്നും കൂടിയ വളവിൽ ഒരാൾ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങളായി എനിക്കുള്ള വിരുന്നൊരുക്കുകയായിരുന്നു അവൻ. അവനൊരു പാമ്പിൻ്റെ രൂപത്തിലായിരുന്നു എന്നെ സ്വീകരിച്ച് വിരുന്നൊരുക്കിയത്. ഞാനിന്ന് അടിമപ്പെട്ടു കഴിഞ്ഞു. ഇനി എനിക്കൊരു മോചനമില്ല. ഒരു നാൾ അവൻ നിങ്ങളെയും കീഴടക്കും. എത്ര അകന്നു മാറിയാലും മരണമെന്ന വില്ലൻ ഏതു നിമിഷവും നിങ്ങളിലേക്കും എത്താം. എത്ര ഒഴിഞ്ഞു മാറിയാലും അവൻ നിന്നെ പിന്തുടരുന്നുണ്ടാവും.